ഉച്ചക്കലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബേക്കറിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫിസ് വാങ്ങാനായിട്ട്. പക്ഷേ ഫിസ് മാത്രമല്ല വാങ്ങിച്ചത്, ഞാൻ വേറെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഏട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനുണ്ടെങ്കിൽ പിന്നെ ഏട്ടൻ്റെ പോക്കറ്റിലെ പൈസ തീരണത് അറിയില്ല. അതിന് ശേഷം ലിപ്സ്റ്റിക്ക് നോക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡാസലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് നോക്കിയത്, പക്ഷേ അത് കിട്ടാത്ത കാരണം ഞാൻ അതന്നെ എടുത്തിട്ട് പോകുന്നു കേട്ടോ. അതിന് ശേഷം നമ്മളുടെ നാട്ടിലെ പൂരാണ്, അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഞാൻ കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ റെഡി ആവുന്ന സമയം കൊണ്ട് ഏട്ടൻ പോയി കുളിച്ചിട്ട് വരും. കാരണം ഒന്നുമല്ല, ഏട്ടനെ ലേഗാക്കണ ഒരാൾ ഞാനാണ് കേട്ടോ. ഞാൻ മേക്കപ്പ് ഇട്ടാലും എത്ര മേക്കപ്പ് ഇട്ടാലും ഞാൻ അലമാരയുടെ മുന്നിൽ ഇങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഏട്ടനെ ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ റെഡി ആവണ നേരം കൊണ്ടാണ് ഏട്ടൻ പോയി കുളിക്കുക കേട്ടോ. ഏട്ടനെ ഒരുങ്ങാനായിട്ട് 10-15 മിനിറ്റൊക്കെ മതി. അതിന് ശേഷം ഞങ്ങൾ റെഡിയായി നേരെ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും പൂരം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ കയറേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ നിന്ന് ആസ്വദിച്ചു കേട്ടോ. സത്യത്തിൽ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുറേ നേരം നിന്ന് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ ലേറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണാനായിട്ട് വന്നു. അങ്ങനെ പറയാൻ തോന്നുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. പക്ഷേ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് അത് ശരിക്കും അങ്ങനെ നടന്ന് വരുന്നത് അറിയാൻ പറ്റുക. നോക്കി നിൽക്കുമ്പോൾ കാണാനായിട്ട് പറ്റില്ല. അത് കഴിഞ്ഞിട്ട് കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, കളിപ്പാട്ടം അങ്ങനെയൊക്കെ സംഭവങ്ങൾ വിൽക്കണേ. അതിന് ശേഷം ഏട്ടന് ഗ്ലാസ് നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ട്രൈ ചെയ്തെങ്കിലും കൂടിയിട്ട് ഞങ്ങൾ എടുത്തത് ഇത് കേട്ടോ. നല്ല രസമുണ്ടായി കാണാനായിട്ട്. പിന്നെ ആൾക്ക് ഇങ്ങനെ കൂളിംഗ് ഗ്ലാസിൻ്റെ കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഏട്ടനിൽ കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഗ്ലാസ്സാണ് എടുത്തത്. എനിക്കിഷ്ടപ്പെട്ടതും ഇത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്ത് അവിടെ ഫ്രീ ആയിട്ട് സംഭാരമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് 2 ഗ്ലാസ് കുടിച്ചത് കാരണം എനിക്ക് ഐസ്ക്രീം ഒന്നും കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഒരു പ്ലേറ്റ് പാനിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് വയറൊക്കെ നിറച്ചപ്പോൾ എത്രയ്ക്കുള്ളൂ. ബൈ.